ഇനി ആരെങ്കിലുമൊക്കെ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ്. ഇത്രയും നല്ല പ്രൊഡക്റ്റൊക്കെ ഇത്രയും ചീപ്പ് വിലയ്ക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ എന്താണ് ഈ ഒട്ടിച്ചുകൊണ്ടിരിക്കണമെന്നാവില്ലേ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ഈ ചുമരിൽ ഒട്ടിക്കാനായിട്ടുള്ളൊരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് വന്ന ഉടനെയാണ് വിനീതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു നമുക്കത് കൈയോടെ പൊട്ടിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതായിരുന്നു കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ വെറും 120 രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എന്താണ്, എങ്ങനെയാണ്, ഏതാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിനെ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് സംഭവം. നല്ലൊരു ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു സ്റ്റിക്കർ ഉണ്ട്. ആ സ്റ്റിക്കർ അങ്ങോട്ട് പറിച്ചെടുത്തിട്ട് നമുക്ക് എവിടെയാണോ അത് ഒട്ടിക്കേണ്ട അവിടെ ഒട്ടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഇത് എങ്ങനെയായിരിക്കും എന്നറിയാത്തത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറഞ്ഞ ഒരു വിലയുടെ ഇതാണ് കേട്ടോ ഞാൻ വരുത്തിയത്. അതിലിപ്പോൾ ഇങ്ങനെ ഒരു കഷ്ണമേ ഉള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളിലൊന്നും വെക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ ഒപ്പം കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സംഭവം. ഈ കുഞ്ഞു കുഞ്ഞു സ്റ്റിക്കറുകൾ അത് കണ്ടോ, അതിൻ്റെ ചതുരം കണ്ടോ അവിടെ ഇങ്ങനെ ഒട്ടിച്ച് വെക്കാനായിട്ടുള്ളതാണ്. അത് വെച്ചാലാണ് കേട്ടോ അതിൻ്റെ ഭംഗി കൂടുതലായിട്ടും കിട്ടുക. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇപ്പോൾ ഇത് എന്തിനാപ്പോൾ ഇതെന്നൊക്കെ വിചാരിച്ചിട്ടോ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതവിടെ കാര്യമായിട്ട് അങ്ങനെ ഒട്ടണമൊന്നും ഉണ്ടായിരുന്നില്ല. അത് വെറുതെ ഒരു രസത്തിന് തന്നെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. എനിക്ക് പക്ഷെ അത് കണ്ടപ്പോൾ അത് അത്ര വലിയൊരു ഉപയോഗമുള്ളൊരു സാധനമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ആ ബാക്കിലുള്ള തിളതിളക്കുള്ള സ്റ്റിക്കറൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് വേറൊരു ലോക്കൽ സാധനമാണെന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, ഇത് കൊള്ളില്ല തോന്നണു എന്നൊക്കെ. അപ്പോൾ അവൾ പറയുകയാണ് നിങ്ങൾ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് വാങ്ങണ്ടേ, അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയാലാണ് അതാണ് നന്നാവുള്ളൂ. അതിൽ തന്നെ ചിലപ്പോൾ ചിലത് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാങ്ങണം. അപ്പോൾ അയ്യോ ഞാനതൊന്നും നോക്കാതെ കേട്ടോ വാങ്ങിച്ചതെന്ന് ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിനെ സ്ഥാപിക്കാൻ പോണ സ്ഥലം കണ്ടോ, ആ അടുക്കളയിൽ ആ ഒരു കുറച്ച് ഭാഗം കണ്ടോ, ഇങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ചൂട് തട്ടിയിട്ട് അവിടുത്തെ കുറച്ച് പെയിൻറ്റ് ഇളകി പോയിട്ടുണ്ട്. അവിടേക്കാണ് കേട്ടോ ഞാൻ ഈ വെള്ള സാധനം വെക്കാനായിട്ട് പോണത്. അപ്പോൾ അത് ഒട്ടിക്കാനായിട്ടുള്ളൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വീതിയുള്ള സാധനമല്ലേ. അപ്പോൾ അതിനെങ്ങനെ നടുകുന്ന് അങ്ങോട്ട് മുറിച്ചെടുത്തു കേട്ടോ. എന്നിട്ട് അവിടെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ചുമരിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ്ട് കറക്റ്റായിട്ട് അങ്ങനെ ഒട്ടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നൊന്നും അറിയില്ല. എന്തായാലും ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് വെച്ചാൽ കേട്ടോ. അപ്പോൾ അങ്ങനെ അതിങ്ങനെ പീൽ ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒട്ടിക്കാനായിട്ട് നോക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ അത് പറിച്ചെടുക്കാൻ എന്തൊരു പ്രയാസമായിരുന്നു എന്നറിയോ, ഭയങ്കര ബുദ്ധിമുട്ടായി. ഇനി ആരെങ്കിലുമൊക്കെ ഇത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളതിങ്ങനെ എടുക്കണ സമയത്ത് ഒരു 2 ആൾ ചേർന്നിട്ടാണ് അത് ചെയ്യാൻ പറ്റും. നമ്മുടെ കയ്യിൽ ഒട്ടണു അവിടെയും ഇവിടെയൊക്കെ അതിങ്ങനെ ഒട്ടുണ്ടായിരുന്നു കേട്ടോ. അവസാനം ഇതിൻ്റെ നടുക്ക് അങ്ങോട്ട് കൂട്ടി പിടിച്ചു കേട്ടോ. ആകെ പണിയായി. അത് കേടൊന്ന് പോയോ എന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ച് നീട്ടിയിട്ട് അതിനെ ഒരുവിധം ശരിയാക്കി എടുത്തു കേട്ടോ. എന്നാലും നടുവിൽ ചെറുതായിട്ട് ആ ഒട്ടിപ്പിൻ്റെ ഇങ്ങനെ ഒരു വര ഇങ്ങനെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഒട്ടിക്കുമ്പോൾ എവിടെയും ഒട്ടാതെ അത് പറിച്ചെടുത്തിട്ട് വേണം ഇങ്ങനെ ചുമരിൽ വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരുവിധം ചുമരിലിങ്ങനെ ഞങ്ങൾ ഒട്ടിച്ച് വെച്ചു. പക്ഷേ ഭയങ്കര പശയാണ് കേട്ടോ ഇത്. ഭയങ്കര നല്ല അടിപൊളി സാധനമാണ്. കാരണം ഈ പശ അതിൻ്റെ എന്തായാലും പോരില്ല എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നല്ല കട്ടിയുള്ള പശയാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ അങ്ങോട്ട് ഒട്ടിച്ചപ്പോൾ അത് അവിടെ ഇരുന്നു കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ആകെ മൊത്തം കേടൊന്ന് പോവും. നമ്മൾ കറക്റ്റായിട്ട് ഒരു ഭാഗത്തു നിന്ന് ഒരാൾ പിടിച്ച് കുറച്ചിങ്ങനെ വലിച്ച് ഒരു ഭാഗം ഇങ്ങനെ ഒട്ടിച്ച് വന്നിട്ട് വേണം കേട്ടോ അത് ഒട്ടിക്കാനായിട്ട്. പക്ഷേ നല്ല പശ ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനമാണ്. വെറും 120 രൂപയ്ക്ക് ഇതിന് ഇത്രയും ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഞാൻ വെറുതെ ഒരു കളി തമാശയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ നല്ല ഒട്ടിപ്പ് നല്ല പശയുണ്ട് കേട്ടോ ഇതിന്.
അങ്ങനെ ഞങ്ങളത് ഒട്ടിച്ച് വെച്ചിട്ട് പറയുമായിരുന്നു കേട്ടോ, അയ്യോ അടിപൊളിയാണല്ലോ, അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഒട്ടിക്കാനായിട്ട് നമുക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. പക്ഷേ ആദ്യം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ഓർഡർ ചെയ്ത് വരുത്തിയിട്ട് അത് നന്നായില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെറുതെ ഒന്ന് സാമ്പിൾ നോക്കിയതായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു കച്ചറായിട്ടുള്ള ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ മൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ വെള്ള തന്നെ വേണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ അടുക്കളയ്ക്ക് ലൈറ്റ് കുറവാണ് കേട്ടോ. കാരണം ആദ്യം വെള്ള പെയിൻ്റ് ആയിരുന്ന സമയത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ ഈ പെയിൻറ്റ് മാറ്റിയ സമയത്ത് ആ വെളിച്ചം അങ്ങോട്ട് പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ വെള്ള പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ലൈറ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് കിട്ടാത്തൊരു പ്രശ്നമുള്ളതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വെള്ളം മതിയെന്ന്. അപ്പോൾ അങ്ങനെ വെള്ളം ഒട്ടിച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചം കൂടിയും കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പക്ഷേ ഇത് ഇവിടേക്ക് പോരാ കേട്ടോ. കുറച്ചും കൂടിയൊക്കെ സ്റ്റിക്കർ ഉണ്ടെങ്കിലാണ് കുറച്ച് ആ ഒരു ചുമര് മൊത്തത്തിൽ അങ്ങോട്ട് കവർ ചെയ്ത് അടിപൊളിയാവും കേട്ടോ. അപ്പോൾ വിനീത് പറയുമായിരുന്നു, ഇനി നമുക്ക് അങ്ങനെ മൊത്തത്തിൽ വാങ്ങിയിട്ട് കവർ ചെയ്യണം, നല്ല രസമുണ്ട് സാധനം എന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ. ഇതുപോലെ നമുക്ക് ഇത് നമ്മുടെ ബെഡ്റൂമിൽ എവിടെ വേണമെങ്കിലും നമ്മുടെ ടി വി ഒക്കെ വെക്കണതിൻ്റെ പുറകിൽ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഭംഗിയാക്കാനായിട്ട് ഒട്ടിച്ച് വെക്കാൻ പറ്റിയ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ. അപ്പം ആ വെള്ള മാത്രമായിട്ട് കാണുമ്പോൾ ഒരു ഭംഗിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ സ്റ്റിക്കർ, മറ്റേ ചെറിയ സ്റ്റിക്കർ അതിൻ്റെ നടുവിൽ കൂടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒട്ടിച്ച് വെച്ചപ്പോൾ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പർ സാധനമാണ്. എന്തായാലും 100 രൂപയ്ക്ക് എന്തായാലും ഇത് നല്ല ലാഭമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും നല്ല പ്രൊഡക്റ്റൊക്കെ ഇത്രയും ചീപ്പ് വിലയ്ക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അങ്ങനെ ഇത് മൊത്തത്തിൽ ഒട്ടിച്ച് എന്തായാലും അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത്രയേ ഉള്ളത് തന്നെ നല്ല സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരൊക്കെ ഇങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചോളൂ, നല്ല അടിപൊളിയാണ്. നമുക്ക് പെയിൻ്റ് അടിക്കാൻ വലിയ സാഹചര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള സമയത്ത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇതൊക്കെ വെക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഇതിൻ്റെ വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഇങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എനിക്ക് ഇഷ്ടമായ ഒന്നും കൂടി ഞാനിങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ ലൈറ്റ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ വെള്ളം വെച്ചത്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും വാങ്ങിച്ചിട്ട് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഒട്ടിച്ചോളൂ. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ വല്ല പഴയ ടേബിളോ അതല്ലെങ്കിൽ നമ്മുടെ വീതനുണ്ടല്ലോ നമ്മുടെ അടുക്കളയുടെ, അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ടൈലൊന്നും ഇടാത്തതാണെങ്കിൽ അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്റ്റിക്കറുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒട്ടിച്ചിട്ട് കണ്ടോ, ഇതാണ് കേട്ടോ ലാസ്റ്റ് ലുക്ക്. നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചുമരിൻ്റെ സീലിങ്ങിലും ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഇത് ഞാനിങ്ങനെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇങ്ങനെ ഇട്ട ഫോട്ടോസ് ഇതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്തതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ കണ്ടത് ചുമരിൻ്റെ മുകളിൽ സീലിങ്ങിലൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഒട്ടിച്ചിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷേ അതിലൊക്കെ ആ സ്റ്റിക്കർ എങ്ങനെ അവിടെ നിൽക്കണമെന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഇത് വേറൊരു ഐറ്റമാണ് കേട്ടോ. ഇതിന് കുറച്ച് ദിവസം മുന്നേ ഞാൻ വരുത്തിയൊരു സംഭവമായിരുന്നു. ഇത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടോ. ഇതിനും ഒരു 110 രൂപ അങ്ങനെ ആ ഒരു റേഞ്ചായിട്ട് വരുന്നത്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ശരിക്കും അവിടെ ഒട്ടിക്കാനായിട്ട് മേടിച്ച സ്റ്റിക്കർ കേട്ടോ. ഇത് പക്ഷേ ഇതിന് വലുപ്പം കുറവാണ്, മാത്രമല്ല ഇതിന് പശയില്ല കേട്ടോ. അപ്പോൾ അത് വന്ന സമയത്ത് ഞാൻ അതുപോലെ വീഡിയോ എടുത്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ അതും ഇത് കൂടെ ഇങ്ങനെ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ. അങ്ങനെ ഇതും അതുപോലെ തന്നെ പറിച്ചെടുത്തിട്ട് അങ്ങനെ ഒട്ടിക്കാനാണ് കേട്ടോ. ഇതിങ്ങനെ നല്ല ചിത്രങ്ങളും കാര്യങ്ങളായിട്ട് ഇതിൻ്റെ വെറൈറ്റി കുറേ ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു 2 ആഴ്ച മുന്നേയൊക്കെ ആയിട്ട് വരുത്തിയ സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം ഞാനിവിടെ ഒട്ടിക്കാനായിട്ട് വരുത്തിയത്. അപ്പോൾ ഞങ്ങളത് ഒട്ടിക്കുകയും ചെയ്തു. പക്ഷേ അതൊരു വലിയൊരു ഭംഗി ഉണ്ടായിരുന്നില്ല, അതിനുള്ള വലുപ്പം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ചുമരിൻ്റെ കളറൊക്കെ വെള്ളയൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി അത് ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ അതല്ലാത്തതുകൊണ്ട് തന്നെ അതൊരു ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ അത് പറഞ്ഞു പോന്നപ്പോൾ ഞാനിത് എടുത്തിട്ട് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാക്കിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ പശ കണ്ടോ, തീരെ പശയില്ല. ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വീഡിയോ എടുത്ത് പറഞ്ഞ സമയത്താണ് കേട്ടോ എനിക്ക് അടുക്കളയിൽ ഇങ്ങനൊരു സംഭവം ഇരിക്കണത് ഞാൻ കണ്ടത്. ഇത് വിനീത് ഒരു 3-4 മാസങ്ങൾക്ക് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അവൾ വേറെ എന്തോ ഒരു ഐറ്റം ഓർഡർ ചെയ്തു. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് ക്യാൻസൽ ചെയ്തപ്പോൾ പിന്നെ അതിന് പകരമായിട്ട് ഇത് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ലൊരു ഉപകാരമാവുന്ന സാധനമാണ് കേട്ടോ. നമ്മുടെ അടുക്കളയിലൊക്കെ ഒതുക്കി വെക്കാൻ പറ്റിയൊരു കുഞ്ഞു സ്റ്റാൻഡാണ് കേട്ടോ ഇത്. ഇതിന് വെറും ഒരു 150-200 രൂപയുടെ ഉള്ളിലാണ് കേട്ടോ വരുന്നുള്ളൂ. 100 രൂപ മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള ക്വാളിറ്റിയിൽ റേറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും.
ഇതുമ്മൽ പിന്നെ നമ്മൾ പിടിയും വലിയും നടത്താനൊന്നും പോകാത്തതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ളതായാലും മതി കേട്ടോ. നമുക്കിങ്ങനെ ഡപ്പകളൊക്കെ ഇങ്ങനെ ഒതുക്കി ഒതുക്കി വെക്കാൻ, നമുക്കിങ്ങനെ അലമാറയുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ വെക്കുന്നതിലും ഈസി ആയിട്ട് എടുക്കാൻ, നമുക്ക് ധൃതി പിടിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റിയ സംഭവങ്ങളൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് എടുക്കുക. അതുപോലെ തന്നെ നമുക്കിങ്ങനെ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാധനമാണ്, ഒതുക്കി വെക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ മേടിച്ച് ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.